കേരളത്തില് ഇന്നലെ വരെ പിണറായി വിജയനോട് ഒട്ടി നിന്ന, പിണറായി വിജയന്റെ തോളിൽ കൈയിട്ട, പിണറായി വിജയന്റെ കൂടെ ഉറങ്ങിയ, പിണറായി വിജയന്റെ കൂടെ നക്കിയ എല്ലാ ചെരുപ്പ് നക്കികളും, എല്ലാ നക്കികളും ഗുഡ് ബൈ പറയുകയാണ് പിണറായി വിജയനോട്. ഗുഡ് ബൈ സഖാവേ, ഗുഡ് ബൈ. ഇനി ഡാഷ് 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 ഡാഷിന്റെ കാലമാണ് അല്ലല്ലേ? ആദ്യമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ശക്തമായ ത്രികോണ മത്സരമാണെന്ന്. ഇയാൾക്ക് ഇത് നേരത്തെ അറിയില്ലായിരുന്നു. വെള്ളാപ്പള്ളി നടേശന് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നും അറിയില്ലായിരുന്നോ ഇവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന്? കാരണം വെള്ളാപ്പള്ളിക്ക് ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. വെള്ളാപ്പള്ളിക്ക് ഇപ്പൊ ബോധ്യമായി എന്തായാലും പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ വരില്ല എന്ന് വെള്ളാപ്പള്ളി നടേശന് കൃത്യമായി ബോധ്യമായി. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ കളം മാറുകയാണ്, കളം മാറ്റി ചവിട്ടുകയാണ്. അടുത്ത തവണ പിണറായി വിജയൻ അല്ല അടുത്ത തവണ കേരളത്തിൽ അധികാരത്തിൽ വരിക എന്ന് വളരെ ക്ലിയർ ആയി ആർക്ക് മനസ്സിലായി? വെള്ളാപ്പള്ളി നടേശന് മനസ്സിലായി. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ വോട്ട് ചെയ്ത ഉടനെ പറയുന്നത് എന്താണ്? ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ. മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ വാശിയേറിയ തിരഞ്ഞെടുപ്പാണ് എന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ സാഹചര്യം ഒന്നും പറയാൻ പറ്റാത്ത തിരഞ്ഞെടുപ്പാണ്. ഇയാളിപ്പോ പറയാണ് രാഷ്ട്രീയ സാഹചര്യം ഒന്നും പറയാൻ പറ്റാത്ത തിരഞ്ഞെടുപ്പാണെന്ന്. ഇന്നലെ വരെ പറഞ്ഞത് പിണറായിയേ വരുള്ളൂ. 100-ലേറെ സീറ്റുകളോടെ കേരളം LDF ഭരിക്കാൻ പോകുന്നു. ഈ VD സതീശന്റെ ഒരുപാട് തെറികളും അക്കൂട്ടത്തിൽ. അതൊക്കെ വിഴുങ്ങുകയാണ് നടേശൻ. എന്നിട്ട് നടേശൻ പറയുകയാണ് രാഷ്ട്രീയ സാഹചര്യം ഒന്നും പറയാൻ പറ്റാത്ത തിരഞ്ഞെടുപ്പാണ്. എല്ലാ കക്ഷികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്താകും എങ്ങനെയാകുമെന്നറിയില്ല എന്നാണ് നടേശൻ മുതലാളിപ്പം പറയുന്നത്. മനസ്സിലായാലും നിങ്ങള് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഓർത്ത് സഹതപിക്കുക നമുക്കല്ലേ? സഹതപിക്കുക. ഒരുപക്ഷെ ഈ ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ ഭൂരിപക്ഷ സമുദായത്തിന് അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് കേരളത്തിൽ ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. അതിലൊന്നും ഒരു വിയോജിപ്പില്ല. പക്ഷേ തന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് തന്റെ പേരിൽ പിണറായി വിജയൻ എടുക്കാൻ പോകുന്ന കേസുകൾ മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന്റെ കാല് നിൽക്കുന്ന പരിപാടി അതായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇക്കാലം അത്രയും ചെയ്തുകൊണ്ടിരുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പിണറായി വിജയനോട് ഏറ്റുമുട്ടാൻ പോയാൽ വളരെ കൃത്യമായി വെള്ളാപ്പള്ളിക്ക് അറിയാം തന്നെ പിടിച്ച് ജയിലിലിടും എന്ന് വെള്ളാപ്പള്ളി നടേശന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ പിണറായി വിജയനെ കാല് നക്കാൻ പോയത്. ഇപ്പൊ വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി എന്തായാലും പിണറായി വിജയൻ വരില്ല. കാരണം സീൻ മാറുകയാണ്. സീൻ മാറുകയാണ്. ഇത് യുഡിഎഫിന്റെ തരംഗമാണ് എന്ന് വെള്ളാപ്പള്ളിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് മാത്രമാണ് വെള്ളാപ്പള്ളി നിലപാട് മാറ്റിയത്. എന്നിട്ട് പറയുകയാണ് എല്ലാ കക്ഷികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയാകും എന്നറിയില്ല. ആലപ്പുഴ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PP ചിത്തരഞ്ജൻ ജയിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്നാണ് വ്യക്തിപരമായ ആഗ്രഹം. തന്റെ വ്യക്തിപരമായ ആഗ്രഹം പിണറായി വിജയൻ അധികാരത്തിൽ തുടരണമെന്നാണ്. പക്ഷേ അതിന്റെ അർത്ഥം എന്താണ്? തുടരാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞു വെക്കുകയാണ് കേട്ടോ. അതിങ്ങനെയാണ്. അതായത് വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരണം എന്നാണ് വ്യക്തിപരമായ ആഗ്രഹമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. UDF-ൽ ആര് വരണം എന്ന് പറയുന്നില്ല. ഇന്നലെ വരെ പറഞ്ഞതാണ് സതീശൻ വരാൻ പാടില്ല, സതീശൻ ആനക്കള്ളനാണ്, സതീശൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി മനസ്സിലായി സതീശൻ തന്നെയാണ് മിക്കവാറും മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നത് എന്ന് വെള്ളാപ്പള്ളിക്ക് മനസ്സിലായപ്പം വെള്ളാപ്പള്ളി പറയാണല്ലോ ആര് വരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്നാണ് വ്യക്തിപരമായ ആഗ്രഹം. UDF-ൽ ആര് വരണമെന്ന് പറയുന്നില്ല. സതീശൻ അടക്കം എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണത്രേ. സതീശൻ ഉൾപ്പെടെ എല്ലാവരും മുഖ്യമന്ത്രിയാവാൻ യോഗ്യരാണ് എന്നൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്. NDA വോട്ട് ശതമാനം കൂട്ടും. അത് പറയുന്നു NDA വോട്ട് ശതമാനം കൂട്ടും. സീറ്റ് കിട്ടുമോ എന്ന് അറിയില്ല. കഴിഞ്ഞ തവണത്തെക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കഴിഞ്ഞ തവണത്തെക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നും. എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാൾ നില മെച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 5 മുതൽ 8 വരെ സീറ്റുകൾ BJPക്ക് കിട്ടുമെന്ന് തന്നെയാണ്. അതാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ ഇന്നലെ വരെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി കള്ളത്തരം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയപ്പോൾ കളം മാറ്റി ചവിട്ടുകയാണ്. വെള്ളാപ്പള്ളി നടേശന് മനസ്സിലായി UDF തരംഗമാണ്. പിണറായി വിജയൻ ഇനി അധികാരത്തിൽ വരില്ല, മൂന്നാം തവണ അധികാരത്തിൽ വരില്ല. ഏറ്റവും ദയനീയമായി തോൽക്കാൻ വേണ്ടി പോകുകയാണ്. തോൽക്കാൻ വേണ്ടി പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയൻ തന്നെയാണ്.
പിണറായി വിജയന്റെ അവസാനത്തെ ഒരാഴ്ചത്തെ പിണറായി വിജയന്റെ ചില പരാമർശങ്ങൾ, ചില എന്താ പറയാ തെറിവിളികൾ, രേവന്ത് റെഡ്ഡിയെ പോമോനെ ദിനേശ എന്നല്ല, പോമോനെ വിജയ എന്ന് വിളിച്ചതിന് മറുപടിയായിട്ട് ഡേഷിന്റെ മോനെ രേവന്തേ, നായിന്റെ മോനെ രേവന്തേ എന്ന് വിളിച്ച പിണറായിക്ക് ആരാ വോട്ട് കൊടുക്കുക? CMA ഒരു ചോദ്യം ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞ വീട്ടിൽ പോയി ചോദിക്കട എന്ന് പറഞ്ഞ പിണറായി വിജയന് ആരാണ് വോട്ട് ചെയ്യുക? ഏതാണ്ട് 600ഓളം നിരപരാധികൾ കഴിഞ്ഞ ഈ പ്രളയത്തിൽ 2018 പ്രളയത്തിൽ ജീവഹാനി സംഭവിച്ചു. കോടികളുടെ നാശനഷ്ടമുണ്ടായി. ഇതിനൊക്കെ കാരണം പിണറായി സർക്കാരിന്റെ അഴിമതിയാണ് എന്ന് വിളിച്ചു പറയുന്നത് പിണറായി മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ മന്ത്രിയായ കൃഷ്ണൻകുട്ടിയാണ്. കൃഷ്ണൻകുട്ടി ഇതുവരെ കുഴൽനാടനെതിരെ കേസിന് പോയിട്ടില്ല കേട്ടോ. കാരണം ആ ശബ്ദരേഖയിൽ കൃഷ്ണൻകുട്ടിയുടെ തന്നെ ശബ്ദമാണത് എന്ന് കൃഷ്ണൻകുട്ടിയുടെ കൂടെയുള്ളവരൊക്കെ പറയുന്നു. നമ്മളൊക്കെ കേട്ടതാണ് ആ ശബ്ദരേഖ. മാത്യു ടി തോമസിനെ പരാമർശിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രളയത്തിന് ഉത്തരവാദി കരിമണൽ ഒലിച്ചു പോകുമെന്നതുകൊണ്ട് കോടികൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 100 കോടി രൂപയാണ് അത്ര കിട്ടിയത്. ഇതിന് ഈ പറയുന്ന കരിമണൽ ലോബികളിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടിയിട്ട് കേരളത്തെ ആകെ പ്രളയത്തിൽ മുക്കിയ പിണറായി വിജയൻ ആരാ മാപ്പ് കൊടുക്കുക? ആരാ വോട്ട് കൊടുക്കുക? ഏതായാലും ഈ വൈകിയ വേളയിലെങ്കിലും പിണറായിക്ക് കാര്യം മനസ്സിലായി. പിണറായി ആ കാര്യം തുറന്നു പറഞ്ഞു. അതിന്റെ ഈ ഒരു വാർത്തയിലെ ഏഷ്യാനെറ്റ് വാർത്തക്ക് ചുവടെ ചില കമന്റുകളൊക്കെ ഉണ്ട്. ജലീൽ ചമ്പം പറയുന്നു, UDF തരംഗം എന്ന് പറയാൻ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? ഏതായാലും വെള്ളാപ്പള്ളി ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിലൂടെ പറയാതെ പറയുന്നത് UDF തരംഗമാണ് എന്നാണ്. പക്ഷെ UDF തരംഗമാണ് എന്ന് വെള്ളാപ്പള്ളി പറയുന്നില്ല. അതിനാരെയാണ് പേടിക്കുന്നത് എന്നാ ചോദിക്കുന്നത്. M ബാബുരാജ് പറയുന്നു, ചെറ്റ മലക്കം പറഞ്ഞു. UDF ഇപ്പൊ ചെറ്റാന്ന് ആർക്കും ഉപയോഗിക്കട്ടോ. കാരണം വെള്ളാപ്പള്ളിയൊക്കെ ചെറ്റാന്ന് വിളിക്കാം. കാരണം വെള്ളാപ്പള്ളിയുടെ സ്വന്തം പിണറായി വിജയനാണ് ചെറ്റ എന്ന് പറയുന്നത്. ചെറ്റത്തരം എന്നൊന്നും പറയുന്നത് അത്ര മോശം പദമൊന്നുമല്ല എന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പിണറായി വിജയനെ നമുക്ക് ചെറ്റാന്ന് വിളിക്കാം, വെള്ളാപ്പള്ളി നടേശനെയും ചെറ്റാന്ന് വിളിക്കാം. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം നേതാവായ, സ്വന്തം ഇഷ്ടക്കാരനായ പിണറായി വിജയന്റെ ഇഷ്ടവാക്കാണ് ചെറ്റ എന്നുള്ളത് കൊണ്ട് ഈ ബാബുരാജ് പറയുന്നു ചെറ്റ മലക്കം മറിഞ്ഞ് UDF ജയിക്കുമെന്ന് ഉറപ്പായി. കബീർ അടിവാരം പറയുന്നു, അത്രയും പറഞ്ഞാൽ മതി, ബാക്കി ജനങ്ങൾക്കറിയാം. വെള്ളാപ്പള്ളി ഇത്ര പറഞ്ഞാൽ മതി, ബാക്കി ജനങ്ങൾക്കറിയാമെന്നാ പറയുന്നത്. മുഹമ്മദ് മോമി പറയുന്നു, അല്ല പഹയ ഈയല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് 100-ൽ കൂടുതൽ സീറ്റിൽ LDF ജയിക്കുമെന്ന്. അതാണ് ഗംഭീര. അത് അല്ല പഹയ. നമ്മുടെ മലബാറിലെ ആ സ്ലാങ്ങിൽ പറയാണ്, അല്ല പഹയ ഈയല്ലേ കുറച്ചു മുമ്പേ പറഞ്ഞത് 100-ൽ കൂടുതൽ സീറ്റിൽ LDF ജയിക്കുന്നു. ഇപ്പൊ എന്തേ അല്ലേ? ഇതാണ് പറഞ്ഞത്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട്, സ്വന്തം വ്യക്തിത്വം പണയപ്പെടുത്തിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് അധികാരത്തിന്റെ കാല് നിൽക്കുക അല്ലേ? വെള്ളാപ്പള്ളിയെ മാത്രം കുറ്റം പറയണ്ട. ഇതാ ഭരണമാറ്റം വേണമെന്നോ വേണ്ടെന്നോ പറയുന്നില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. വേറൊരു വലിയ പുള്ളി. ഭരണമാറ്റം വേണമെന്നോ വേണ്ടെന്നോ പറയുന്നില്ല എന്ന്. കാരണം എന്തായാലും ഭരണമാറ്റം സംഭവിക്കുന്ന ഉറപ്പായ സ്ഥിതിക്ക് കട്ടപ്പ നായർ പറയുന്നത് ഭരണമാറ്റം വേണമെന്നോ വേണ്ടെന്നോ പറയുന്നില്ല എന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ജനാധിപത്യം വിജയിക്കട്ടെ, അതിന് നിലവിലെ സാഹചര്യങ്ങൾ പഠിച്ച് ഓരോ വോട്ടറും വോട്ട് ചെയ്യണം, അതാണ് തന്റെ നിലപാടെന്ന് G സുകുമാരൻ നായർ പറഞ്ഞു. അപ്പൊ ഏതായാലും സുകുമാരൻ നായർക്ക് മനസ്സിലായി സ്ഥിതി മാറുകയാണ്. അതുകൊണ്ട് കട്ടപ്പ നായരും ഗുഡ് ബൈ പറയുകയാണ്. അങ്ങനെ കേരളത്തില് ഇന്നലെ വരെ പിണറായി വിജയനോട് ഒട്ടി നിന്ന, പിണറായി വിജയന്റെ തോളിൽ കൈയിട്ട, പിണറായി വിജയന്റെ കൂടെ ഉറങ്ങിയ, പിണറായി വിജയന്റെ കൂടെ നക്കിയ എല്ലാ ചെരുപ്പ് നക്കികളും എല്ലാ നക്കികളും ഗുഡ് ബൈ പറയുകയാണ് പിണറായി വിജയനോട്. ഗുഡ് ബൈ സഖാവേ, ഗുഡ് ബൈ. ഇനി ഡാഷിന്റെ കാലമാണ് അല്ലല്ലേ? ഇനി പിണറായി വിജയന് ഇനി എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് ചെയ്യുക. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ